ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ പ്ലസ് ടു എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കരിയറിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, നല്ലൊരു കരിയർ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. എന്തിനാ ഈ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഏത് കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞാലും കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷം ഒരു ജോലി നേടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഡിഫിക്കൽട്ടുള്ളൊരു കാര്യമാണ്. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്, ഒരുപാട് ഗ്രാജുവേറ്റ്സ് പുറത്തുണ്ട്. സോ നമ്മൾ വെറുതെ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ IITs, NITs, IIITs ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെയധികം പ്ലേസ്മെൻറ്റ് സാധ്യതകളാണ് നിങ്ങൾക്ക് അവിടെ നിന്നുള്ളത്. ഒരുപാട് കമ്പനീസ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിക്രൂട്ട്മെൻറ്റിന് വരികയും നിങ്ങളെ സെലക്ട് ചെയ്യുകയും നിങ്ങൾക്ക് നല്ലൊരു കരിയർ സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്തേ സാധിക്കുകയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് നമ്മുടെ JEE എന്ന് പറയുന്നത്, അല്ലേ? JEE മെയിൻ എഴുതിയാൽ നിങ്ങൾക്ക് NITസിലും JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് IITസിലും പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ എക്സാമുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ കുട്ടികളോട് മാത്രമല്ല കോമ്പീറ്റ് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് കുട്ടികളോടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത്രയും ടഫായിട്ടുള്ളൊരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടിനെ നമ്മൾ എങ്ങനെ ഈസിയാക്കി മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത്. JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം ഈ വരുന്ന ജനുവരിയിലാണ് നടക്കുന്നത്. സോ നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പ്രിപ്പറേഷന്. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സിസ്റ്റമാറ്റിക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ്ലി JEE മെയിൻ നല്ലൊരു പേഴ്സൻറ്റിലൂടെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ പഠിത്തം എങ്ങനെ കൊണ്ടുപോകാം, ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ഡൗട്ടുകളുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് JEEയുടെ ഒരു എക്സ്പേർട്ട് പാനൽ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. സോ അത് നമ്മളൊരു ഫ്രീ വെബിനാർ പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ വരുന്ന ജൂലൈ 31 വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ വെബിനാർ നടക്കുന്നത്. സോ എല്ലാവരും തന്നെ വെബിനാറിൽ ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വെബിനാറിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.